ഹായ് സ്റ്റുഡൻസ്, നമ്മൾ രണ്ടാം സെമസ്റ്ററിലെ 2 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ 2 യൂണിറ്റിൽ നിന്നും പരമാവധി നിങ്ങൾക്ക് 60 മാർക്ക് വരെ കിട്ടുന്നതാണ്. ഇനി ഈ പുതിയ പാറ്റേൺ അനുസരിച്ച്, അതായത് കോവിഡ് പാറ്റേൺ അനുസരിച്ച് 75 മാർക്കിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടിയാൽ ജയിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ച പോർഷനിൽ നിന്നും 75-ൽ 60 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി 75 മാർക്കും വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ യൂണിറ്റും കൂടെ പഠിക്കണം. അതിൽ ഞാനിപ്പം പഠിപ്പിക്കാൻ പോകുന്ന മൂന്നാമത്തെ യൂണിറ്റ് 1 ആണ്. നമ്മൾ യൂണിറ്റ് 2 യൂണിറ്റ് 3 എടുത്തു കഴിഞ്ഞു. യൂണിറ്റ് 1 ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. യൂണിറ്റ് 1-ൽ വെക്ടേഴ്സ് എന്നൊരു ടോപ്പിക്കുണ്ട്, അതുപോലെ ബൈനോമിയൽ തിയറം എന്നൊരു ടോപ്പിക്കുണ്ട്. ബൈനോമിയൽ തിയറത്തിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബൈനോമിയൽ തിയറമാണ് എടുക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്. 1-2 ക്ലാസ് 2 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാവുന്നതാണ്. അപ്പോൾ ബൈനോമിയൽ തിയറത്തിൽ ആദ്യം നമ്മൾ എന്താണ് ഫാക്ടോറിയൽ എന്ന് പഠിക്കണം. നോക്കാം നമുക്ക്. One is equal to 1. 2 is equal to 2 into 1 or 1 into 2. Sorry. One is equal to 1. 1 into 2. 1 തൊട്ടടുത്ത 2 നാച്ചുറൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട്. അടുത്ത 1, 2, 3. ഫസ്റ്റ് 3 നാച്ചുറൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു. 1, 2, 3, 4. ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു. 1, 2, 3, 4, 5. ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനൊക്കെ എളുപ്പത്തിൽ എഴുതാവുന്നൊരു മാർഗമുണ്ട്. ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് സിമ്പിൾ, ഇത് ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുക്കും. 5 ഫാക്ടോറിയൽ എന്ന് വായിക്കും. 5 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 4 ഫാക്ടോറിയൽ, അതായത് പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സ്. ഇത് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 3 നാച്ചുറൽ നമ്പേഴ്സ് 3 ആണ്, അപ്പോൾ 3 ഫാക്ടോറിയൽ. ഇത് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 2 നാച്ചുറൽ നമ്പേഴ്സ്, ഇതിന് നമുക്ക് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇത് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 1 നാച്ചുറൽ നമ്പർ 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 ആണ്. 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 2 നാച്ചുറൽ നമ്പേഴ്സ്, അപ്പോൾ ഇത് 2 എന്ന് വരും. 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 into 3 into 1, 1 into 2 into 3, തിരിച്ചെഴുതാം 3 into 2 into 1. 2 into 1 എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ ആണ്, അപ്പോൾ 3 into 2 ഫാക്ടോറിയൽ. അപ്പോൾ 1, 2, 3, അതായത് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 into 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 2 ഫാക്ടോറിയൽ 2 ആണ്, അപ്പോൾ 3 into 2 6. 4 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 into 2 into 3 into 4, തിരിച്ചെഴുതിയാൽ 4 into 3 into 2 into 1. 3 into 2 into 1 എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ ആണ്, അതാണ് 3 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്കിവിടെ 4 into 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 4 into 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ആണ്. 4 into 6 24. അടുത്ത 5 ഫാക്ടോറിയൽ 1 into 2 into 3 into 4 into 5, തിരിച്ചെഴുതുമ്പോൾ 5 into 4 into 3 into 2 into 1 is equal to 5 into 4 into 3 into 2 into 1 എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ. 4 into 3 into 2 into 1 is 4 ഫാക്ടോറിയൽ. അപ്പോൾ 5 into 4 ഫാക്ടോറിയൽ എന്ന് വരും. 4 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 24, അപ്പോൾ 5 into 24 120 എന്ന് വരും. ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം n ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? n ഫാക്ടോറിയൽ n into n minus 1, n minus 2, etc. 3 into 2 into 1, ഇതാണ് n ഫാക്ടോറിയൽ. എന്തുകൊണ്ടാണ് n ഫാക്ടോറിയൽ? n into n തൊട്ട് 1 വരാം. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 5 ഫാക്ടോറിയൽ വരുമ്പോൾ ഫസ്റ്റ് 5 ആണ് വരുന്നത്. അതുപോലെ n ഫാക്ടോറിയൽ വരുന്നപ്പോൾ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സ്, അപ്പോൾ n minus 1, n minus 2, etc. 3 into 2 into 1, ഇതാണ് n ഫാക്ടോറിയൽ. അപ്പോൾ n plus 1 ഫാക്ടോറിയൽ എന്തായിരിക്കും? അപ്പോൾ n ഫാക്ടോറിയൽ വരുമ്പോൾ ഇവിടെ n തുടങ്ങി താഴോട്ട് പോകും. അപ്പോൾ n plus 1 ഫാക്ടോറിയൽ വരുമ്പോൾ n plus 1 etc. എന്ന് വരും. n plus 1, അത് കഴിഞ്ഞ് n
n minus 1 etc. 3 into 2 into 1. ഇതിൽ n into n minus 1 etc. 3 into 2 into 1 എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് n plus 1 into n ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ n plus 1 ഫാക്ടോറിയൽ ഈസ് സെയിം ആസ് n plus 1 into n ഫാക്ടോറിയൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് n plus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഇക്വേഷൻ n plus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n plus 1 ഫാക്ടോറിയൽ ബൈ n plus 1 എന്ന് വരും. ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ. n നെഗറ്റീവ് ഇല്ല, ഫാക്ടോറിയലെല്ലാം പോസിറ്റീവാണ് പറയുന്നത്. അപ്പോൾ n ഫാക്ടോറിയൽ ഇസ് ഈക്വൽ n plus 1 ഫാക്ടോറിയൽ ബൈ n plus 1. അപ്പോൾ n ന് 0 കൊടുക്കുമ്പോൾ 0 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 0 plus 1 ഫാക്ടോറിയൽ ബൈ 1. ഇത് 1 ഫാക്ടോറിയലാണ്. 1 ഫാക്ടോറിയൽ ഈസ് 1. 1 by 1 is equal to 1. അപ്പോൾ 0 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ അവിടെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന് നമുക്ക് ഫാക്ടോറിയൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, അതായത് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 എക്സെട്ര ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 തിരിച്ചെഴുതിയാൽ 1 2 3 എക്സെട്ര n എന്ന് വരും. ഇതാണ് ഫാക്ടോറിയലിൻ്റെ മീനിങ്. ഇവിടെ കോമ്പിനേഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടാണ് കോമ്പിനേഷൻ എന്താണെന്ന് പറയാൻ പോകുന്നത്. ഇവിടെ 3 കുട്ടികളുണ്ട്. ഓരോരുത്തരുടെ പേര് എ, ബി ആൻഡ് സി. ഈ 3 പേരിൽ 2 പേരെ നമ്മൾ ഡബിൾസ് ടൂർണമെൻ്റാന്ന് വെച്ചോളൂ. ബാഡ്മിൻ്റൺ ഡബിൾസ് ടൂർണമെൻറ്റിൽ 2 പേർക്ക് ഒരുമിച്ച് കളിക്കാൻ ഇറങ്ങാൻ പറ്റും. ഒരാൾ റിസർവ് ആയിരിക്കും. അപ്പോൾ കോച്ച് തീരുമാനിക്കും എ ബി സിയിൽ ഏതൊക്കെ 2 പേര് കളിക്കണം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരേ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും 2 പേരെ നമുക്ക് സെലക്ട് ചെയ്യാം. നോക്കാം എത്ര പേരുണ്ട്. 3 പേരിൽ നിന്നാണ് 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സെലക്ഷൻ ഇങ്ങനെ എടുക്കാം. എ ബി എന്നെടുക്കാം. എയും ബിയും ഒരു ടീമായിട്ട് മത്സരിക്കുന്നു, അല്ലെങ്കിൽ എയും സിയും ഒരു ടീമായിട്ട് മത്സരിക്കുന്നു. നമുക്ക് 2 പേര് മതി. ഒന്നുകിൽ എയും ബി എടുക്കാം, അല്ലെങ്കിൽ എയും സി എടുക്കാം, അല്ലെങ്കിൽ ബിയും സിയും എടുക്കാം. അതിന് നമുക്ക് 3 രീതിയിൽ നമുക്ക് ഈ 2 പേരെ സെലക്ട് ചെയ്യാം. ഇതിന് പറയുന്നതാണ് കോമ്പിനേഷൻ. അപ്പോൾ കോമ്പിനേഷൻ നമുക്ക് 2 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. എത്ര പേരുണ്ട്? 3 പേരിൽ നിന്നും 2 പേരെ നമുക്ക് സെലക്ട് ചെയ്യണം. അതിന് കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. സിമ്പിൾ ഇതാണ്, 3C2. അപ്പോൾ 3C2 എന്ന് പറഞ്ഞാൽ എന്താ വായിക്കേണ്ടത്? സെലക്ഷൻ ഓഫ് 2 സ്റ്റുഡൻസ് ഫ്രം 3 സ്റ്റുഡൻസ് വിത്തൗട്ട് റെഫറൻസ് ടു ദി അറേഞ്ച്മെൻറ്റ് ഓഫ് തിങ്സ് സെലക്റ്റഡ്. എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഒന്നാണ്. അല്ലാതെ ആദ്യം എ സെലക്ട് ചെയ്ത് രണ്ടാമത് ബി സെലക്ട് ചെയ്തു, അതൊരു സെലക്ഷനാണ്. ആദ്യം ബി സെലക്ട് ചെയ്ത് രണ്ടാമത് എ സെലക്ട് ചെയ്ത് അതും വേറൊരു സെലക്ഷനാണ്. നമുക്ക് പറയാൻ പറ്റത്തില്ല, രണ്ടും ഒരു സെലക്ഷനാണ്. അപ്പം അതിൻ്റെ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. 2 പേരെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ എ ബി സി എന്നുള്ള 3 പേരിൽ നിന്നും 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതിന് നമ്മൾ കോമ്പിനേഷൻ എന്ന് പറയും. കോമ്പിനേഷൻ ഓഫ് ടു സെലക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ 3C2 എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് 2 ഓബ്ജക്ട്സ് എന്ന് പറയാം. 2 ഓബ്ജക്ട്സ് ഫ്രം ദ ഗിവൺ 3 ഓബ്ജക്ട്സ്. പിന്നെ ഒന്നുകൂടെ പറയണം, എന്താണ് അതിൻ്റെ ഓർഡർ നിർബന്ധമല്ല. അതായത് വിത്തൗട്ട് റെഫറൻസ് ടു ദി അറേഞ്ച്മെൻറ്റ് ഓഫ് തിങ്സ് സെലക്റ്റഡ് എന്നും കൂടെ നമുക്ക് പറയാം. അപ്പോൾ കോമ്പിനേഷൻ ഈസ് ദി സെലക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ഫ്രം എ ഗ്രൂപ്പ്. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ ഓർഡർ നിർബന്ധമില്ലെന്ന് കൂടെ പറയണം. വിത്തൗട്ട് റെഫറൻസ് ടു ദി അറേഞ്ച്മെൻറ്റ് ഓഫ് തിങ്സ് സെലക്റ്റഡ് എന്നും കൂടെ പറയാം നമുക്ക്. ഇനി നമുക്ക് ഇപ്പോൾ 3C2 അങ്ങനെയാണെങ്കിൽ ജനറലായിട്ട് നമ്മൾ കോമ്പിനേഷൻ പറയുന്നത് NCR എന്നാണ്. NCR എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ഷൻ ഓഫ് n ഓബ്ജക്ട്സ് തന്നിട്ടുണ്ടാവും, അതിൽ നിന്നും R ഓബ്ജക്ട്സ് സെലക്ട് ചെയ്യണം. അതിൻ്റെ സിംബോളിക്കായിട്ട് നമ്മൾ എഴുതുന്നത് NCR എന്നാണ്. അപ്പോൾ സെലക്ഷൻ ഓഫ് R ഓബ്ജക്ട്സ് ഫ്രം n ഓബ്ജക്ട്സ് വിത്തൗട്ട് റെഫറൻസ് ടു ദി അറേഞ്ച്മെൻറ്റ് ഓഫ് തിങ്സ് സെലക്റ്റഡ്. NCRനൊരു ഫോർമുലയുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാണാതെ പഠിച്ചാൽ മതി. അതിൻ്റെ പ്രൂഫ് ഒന്നും നമുക്ക് പഠിക്കണ്ട. NCR കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതായത് കോമ്പിനേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല n ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ എന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു കഴിഞ്ഞു. NCRൻ്റെ ഫോർമുല ഇതാണ്: n ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് R ഫാക്ടോറിയൽ. ഇതാണ് NCR കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് 2 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടും. NCR is equal n ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് R ഫാക്ടോറിയൽ. ഇത്
പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു പ്രോബ്ലമാണ്. ഇവാലുവേറ്റ് 5C3. 5C3 നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. നോക്കാം നമുക്ക്. 5C3യുടെ ഫോർമുല എഴുതണം. എന്താണ് ഫോർമുല? NCRൻ്റെ ഫോർമുലയാണ് എഴുതേണ്ടത്. NCR is equal to n factorial by r factorial into n minus r factorial. ഇവിടെ n-ന്റെ സ്ഥാനത്ത് 5 ആണ്. അപ്പോൾ 5C3 is equal to 5 factorial divided by r factorial. r-ന്റെ സ്ഥാനത്ത് 3 ആണ്. അപ്പോൾ 3 factorial into 5 minus 3 factorial is equal to 5 factorial നമുക്ക് 5 into 4 into 3 into 2 into 1 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയലിന് 3 into 2 into 1 എന്ന് എഴുതാം. ഇൻറ്റു 5 minus 3 എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ 2 ഫാക്ടോറിയൽ. മേളിലത്തെ 3 into 2 into 1 താഴത്തെ 3 into 2 into 1 വെട്ടിപ്പോയി. മേളിൽ 5 into 4 20 ഡിവൈഡഡ് ബൈ താഴെ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ 2 ആണെന്ന് നമുക്കറിയാം. ഇത് രണ്ടും വെട്ടിപ്പോയാൽ 10. അപ്പോൾ 5C3യുടെ വാല്യൂ 10 ആണ്. 5C3 is equal to 10. അടുത്ത പ്രോബ്ലം ഇവാലുവേറ്റ് 7C2. അപ്പോൾ 7C2 ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് NCRൻ്റെ ഫോർമുല എഴുതണം. ഈ ഫോർമുല എഴുതുന്നതിന് ഒരു മാർക്ക് കിട്ടും. അപ്പോൾ NCR is equal n factorial by r factorial into n minus r factorial. ഇത് നമുക്ക് n-ന്റെ സ്ഥാനത്ത് 7 കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 7C2 എന്ന് വരും. 7C2 is equal to ഇത് 7 ഫാക്ടോറിയൽ എന്ന് വരും. ഡിവൈഡഡ് ബൈ r എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 ഫാക്ടോറിയൽ ഇൻറ്റു 7 minus 2 ഫാക്ടോറിയൽ. ഇങ്ങനെ എഴുതാം. ഈ 7 ഫാക്ടോറിയലിനെ നമുക്ക് 7 into 6 into 5 into 3 4 into 3 into 2 into 1 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 2 ആണ്. ഇൻറ്റു 7 minus 2 5 ആണ്. 5 ഫാക്ടോറിയൽ ആണ്. അതിനെ നമുക്ക് 5 into 4 into 3 into 2 into 1 എന്ന് എഴുതാം. മേളിൽ 5 4 3 2 1 താഴത്തെ 5 4 3 2 1 വെട്ടിപ്പോകും. ഇത് 7 into 6 42 by 2. 42 by 2 is equal to 21. അപ്പോൾ 7C2ൻ്റെ വാല്യൂ 21 എന്ന് വരും. അപ്പോൾ ഏത് പ്രോബ്ലം വന്നാലും ഇതേണൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. അടുത്തത് NCR എന്നുള്ള ഫോർമുലയുടെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ആദ്യം നമുക്ക് NCR എന്നുള്ള ഫോർമുല എഴുതാം. NCR is equal to n factorial by r factorial into n minus r factorial. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. NC0 എന്താണെന്ന് നോക്കാം. NC0 n തന്നെ. അപ്പോൾ n ഫാക്ടോറിയൽ ബൈ r-ന് പകരം 0. അപ്പോൾ 0 ഫാക്ടോറിയൽ. ഇത് n minus r, n minus 0 ഫാക്ടോറിയൽ. n minus 0 n ആണ്. അപ്പോൾ n ഫാക്ടോറിയൽ. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോകും. 1 by 0 ഫാക്ടോറിയൽ 1 ആണ്. ആൻസർ 1. അപ്പോൾ NC0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ എവിടെ നിങ്ങൾ NC0 കണ്ടാലും 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1-ന് പകരം NC0 എന്നും എഴുതാം. ഇപ്പോൾ NC0യ്ക്ക് പകരം 5C0 ആണെങ്കിൽ എന്തായിരിക്കും വാല്യൂ? NC0 അല്ല 5C0. 5C0 ആണെങ്കിൽ എന്താ? n-ന്റെ സ്ഥാനത്ത് 5ഉം 0 0. അപ്പോൾ 5C0യും 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് വന്നാലും n ഏത് പോസിറ്റീവ് ഇൻറ്റിജർ വന്നാലും NC0 1 ആയിരിക്കും. അടുത്ത NCN. NCN കോമ്പിനേഷൻ ഓഫ് എന്താ? സെലക്ഷൻ ഓഫ് n ഒബ്ജക്ട്സ് ഫ്രം n. n ഒബ്ജക്ട്സിന് n ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് n ഒബ്ജക്ട് സെലക്ട് ചെയ്യണം. എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? ആകെ ഒരു രീതിയിലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എല്ലാവരെയും സെലക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ. r ഫാക്ടോറിയൽ വെച്ചാൽ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r, n മൈനസ് n. ഇത് രണ്ടും വെട്ടിപ്പോകും. മേളിൽ 1, താഴെ n മൈനസ് n 0 ഫാക്ടോറിയൽ. 1 by 1 is equal to 1. അപ്പോൾ NCN 1 ആണ്. അല്ലെങ്കിൽ 5C5 അത് 1 ആണ്. 6C6 അതും 1 ആണ്. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ആദ്യത്തെ പ്രോപ്പർട്ടി NC0 is equal to 1. രണ്ടാമത്തെ പ്രോപ്പർട്ടി NCN is equal to 1. അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. NCRൻ്റെ ഫോർമുല നമുക്കറിയാം. ഇനി നിങ്ങൾ r-ന് പകരം n മൈനസ് r കൊടുത്താൽ എന്ത് കിട്ടും നോക്കാം. ഇവിടുത്തെ r-ന് പകരം n മൈനസ് r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ എന്ത് വരും? n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ n മൈനസ് r. r-ന്റെ സ്ഥാനത്ത് n മൈനസ് r. അപ്പോൾ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം.
എൻ മൈനസ് ആർ എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ എൻ സി എൻ മൈനസ് ആർ വരുമ്പോൾ ഇതിൽ നിന്നും ഇത് കുറയ്ക്കണം. എൻ മൈനസ്, അതായത് ആറിൻ്റെ സ്ഥാനത്ത് എൻ മൈനസ് ആർ ആണ്. എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ഇതിൽ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എന്നും മൈനസ് എന്നും വെട്ടിപ്പോകും. ഇത് മൈനസ് മൈനസ് പ്ലസ് ആർ ആവും. അപ്പോൾ ആർ ഫാക്ടോറിയൽ. അപ്പോൾ എന്ത് കിട്ടി നോക്കുന്നത്? എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എൻ സി ആർ തന്നെ കിട്ടും. ഇസ് ഈക്വൽ ടു എൻ സി ആർ. അപ്പോൾ എൻ സി എൻ മൈനസ് ആറും എൻ സി ആറും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ 5c3 ഇസ് ഈക്വൽ ടു 5c ഡാഷ്, അങ്ങനെ കോളം വരാം. എൻ സി ആർ 5cr, ആറിൻ്റെ സ്ഥാനത്ത് 3. അതും ഏതുമായിട്ടാണ് ഈക്വൽ ആവുന്നത്? എൻ സി ആറും എൻ സി എൻ മൈനസ് ആറും ഈക്വൽ ആണ്. എൻ സി ആറും എൻ സി എൻ മൈനസ് ആറും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ 5c3 വരുമ്പോൾ 5c3യും 5c എൻ മൈനസ് ആറും കൂടെ ഈക്വൽ ആണ്. എൻ മൈനസ് ആറ് അപ്പോൾ ഇവിടെ 5 മൈനസ് 3, 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 5c3 ഈക്വൽ ടു 5c2. അല്ലെങ്കിൽ എങ്ങനെ വായിക്കാം? നമുക്ക് 3യും 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 7c4 എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇവിടെ 3യും 2യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടി. അപ്പോൾ ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 7c4ഉം 7c എന്ത് വരണം? ഈ നമ്പറും ഇവിടുത്തെ നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 വരണം. അപ്പോൾ ഇവിടെ 3 വരണം. അതായത് 7 മൈനസ് 4 വരണം. 7 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യം വരും. ബോർഡിൽ ഈ എഴുതിയിരിക്കുന്ന എക്സ്പാൻഷൻസ് എല്ലാം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് വരെ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു 0 1 ആണ്. എനി ക്വാണ്ടിറ്റി റൈസ് ടു 0 ഈസ് 1. നമുക്കറിയാവുന്ന റിസൾട്ടാണ്. ഇനി എ പ്ലസ് ബിയെ നമുക്ക് എ പ്ലസ് ബി എന്ന് എഴുതാം. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർഡിന് എ സ്ക്വയർഡ് പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർഡ് എന്ന് എഴുതാം. എ പ്ലസ് ബി ദി ഹോൾ ക്യൂബിന് എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർഡ് ബി പ്ലസ് 3ab സ്ക്വയർഡ് പ്ലസ് ബി ക്യൂബ് എന്ന് എഴുതാം. ഇവിടെ ശ്രദ്ധിക്കണം, എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ്. എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് എഴുതിയപ്പോൾ ആദ്യം എ ക്യൂബ്, ഈ 3 ആണ് ഇവിടെ വരുന്നത്, എ ക്യൂബ് പ്ലസ് അത് കഴിഞ്ഞിട്ട് ഇതാ ഈ 3 തന്നെ 3a സ്ക്വയർഡ് ബി എന്ന് വരുന്നു. അതായത് എയുടെ പവർ ഒന്ന് കുറഞ്ഞു. ബി ഇവിടെ ഇല്ലായിരുന്നു, ഇവിടെ ബി സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും 3 തന്നെ. എ സ്ക്വയറിൻ്റെ പവർ ഒന്നുകൂടെ കുറയപ്പോൾ എ ആവും. ബിയുടെ പവർ കൂടും, അപ്പം ബി സ്ക്വയർഡ് ആവും. പ്ലസ് ഇവിടെ എ കഴിഞ്ഞാൽ പിന്നെ പവർ എക്കില്ല, എ റൈസ് 0 ആണ്. അപ്പോൾ ഇവിടെ എ ഇല്ല. ലാസ്റ്റിൽ ബി ക്യൂബ് വരും. നമുക്ക് ഇവിടുത്തെ കോഎഫിഷ്യൻസ് മാത്രം എഴുതാം. ആദ്യം 1, രണ്ടാമത്തെ 1 1, മൂന്നാമത്തെ 1 2 1, നാലാമത്തത് 1 3 3 1 എന്ന് എഴുതാം. ഇതൊരു ട്രയാങ്കിളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ ട്രയാങ്കിളിനെ പാസ്കൽസ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷനൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് റോ കിട്ടി, സെക്കൻഡ് റോ കിട്ടി, തേർഡ് റോ കിട്ടി, ഫോർത്ത് റോ കിട്ടി. ഈ സെക്കൻഡ് റോയിൽ നിന്നും തേർഡ് റോ കിട്ടാനായിട്ട് ഈ 1ഉം 1ഉം കൂടെ, ആദ്യത്തത് 1 ആയിരിക്കും എപ്പോഴും, രണ്ടാമത്തെ ഇത് തമ്മിൽ ആഡ് ചെയ്യണം. 1 + 1 2, ലാസ്റ്റ് 1 ആണ്. അടുത്ത റോ, നാലാമത്തെ റോ എഴുതാനായിട്ട് ഫസ്റ്റ് എലമെൻറ്റ് 1, അടുത്തത് ഈ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യണം, അപ്പോൾ 3 കിട്ടും. പിന്നെ ഈ 2ഉം 1ഉം കൂടെ ആഡ് ചെയ്യണം, 3 കിട്ടും. പിന്നെ ഈ 1 ഇങ്ങോട്ട് എഴുതണം. അപ്പോൾ ഇനി നമുക്ക് അഞ്ചാമത്തെ റോ എഴുതാം. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് 1 ആയിരിക്കും. പിന്നെ 1 + 3 4 എന്ന് വരും. 3 + 3 6 എന്ന് വരും. 3 + 1 4 എന്ന് വരും. ലാസ്റ്റ് 1. അപ്പോൾ ഇത് എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് ആയിരുന്നു, അതിൻ്റെ കോഎഫിഷ്യൻസ്. അപ്പോൾ ഇത് എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു 4ൻ്റെ കോഎഫിഷ്യൻസ് ആയിരിക്കും. അപ്പോൾ എന്താണ് എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു 4 എന്ന് നമുക്ക് എഴുതാം. ഇവിടെ എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് എഴുതിയതുപോലെ എ പ്ലസ് ബി ദി ഹോൾ റൈസ് ടു 4 ഇസ് ഈക്വൽ ടു, ആദ്യത്തത് ഇവിടെ എ പ്ലസ് ബി ദി ഹോൾ ക്യൂബ് ആയിരുന്നപ്പോൾ ആദ്യം എ ക്യൂബാണ്. അപ്പോൾ ഇവിടെ ആദ്യം എ റൈസ് ടു 4 വരും. പ്ലസ് ഇവിടെ കോഎഫിഷ്യൻറ്റ് 4 ആണ്. 4 ഇൻറ്റു ഇവിടെ 3 വന്ന പോലെ ഇവിടെ രണ്ടാമത്തെ 3 ആയിരുന്നു, അതുകൊണ്ട് ആ 3 ഇവിടെ എഴുതിയത്. അപ്പോൾ ഇവിടെ 4 ആണ് രണ്ടാമത്തെ, അപ്പോൾ 4 എഴുതണം. എയുടെ പവർ കുറയണം. ഇവിടെ എ ക്യൂബ് എന്നുള്ള എ സ്ക്വയർഡ് ആയി, ഇവിടെ എ റൈസ് ടു 4 എന്നുള്ളത് എ ക്യൂബ് ആവും.
ബി സ്റ്റാർട്ട് ചെയ്യണം. ബി ഇവിടെ ഇല്ലായിരുന്നു, ഇവിടെ ബി സ്റ്റാർട്ട് ചെയ്യും. പ്ലസ് മൂന്നാമത്തെ എലമെന്റ് 6 ആണ്. അപ്പോൾ 6 ഇൻറ്റു എ ക്യൂബ് എന്നുള്ള പവർ ഒന്നുകൂടെ കുറയും, അപ്പോൾ എ സ്ക്വയർഡ് ആവും. ബിയുടെ പവർ ഒന്നുകൂടെ കൂടും, അപ്പം ബി സ്ക്വയർഡ് ആവും. ബി ആണ്, അതൊന്നുകൂടെ ആകുമ്പോഴത്തേക്ക് ബി സ്ക്വയർഡ് പ്ലസ് ഇവിടെ പിന്നെ 6 കഴിഞ്ഞാൽ 4 ആണ്. 4 ഇൻറ്റു എ സ്ക്വയർഡ് ആണ്, അതൊന്നുകൂടെ കുറയപ്പോൾ എ ആവും. ബിയുടെ പവർ കൂടുമ്പോൾ ബി ക്യൂബ് ആവും പ്ലസ് ലാസ്റ്റ് അപ്പോൾ എ അടുത്ത കഴിയും, പിന്നെ ബി റേസ്റ്റ് ബിയുടെ പവർ കൂടും. ബി ക്യൂബ് എന്നുള്ളത് ബി റേസ്റ്റ് 4 ആവും. കോഎഫിഷ്യന്റ് 1 അപ്പം ബി റേസ്റ്റ് 4. ഇതാണ് എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് 4. ഇതേപോലെ നമുക്ക് എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് 5ഉം എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് 6ഉം ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് 4ൻ്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് 5ലോട്ട് പോകാം. അപ്പം ഈ റോയിൽ നിന്ന് അടുത്ത റോ കൺസ്ട്രക്ട് ചെയ്യണം. എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് 4ൻ്റെ റോ 1 4 6 4 1 ആണ്. അതിൽ നിന്ന് അടുത്ത റോ കൺസ്ട്രക്ട് ചെയ്യണം. ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും 1 ആയിരിക്കും. ഈ 1ഉം 4ഉം കൂടെ ആഡ് ചെയ്യണം. 1ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 + 4 5 എന്ന് വരും. 4ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 എന്ന് വരും. 6ഉം 4ഉം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 10 എന്ന് വരും. 4ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 5 എന്ന് വരും. അടുത്തത് 1. ഇതാണ് എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് 5ൻ്റെ കോഎഫിഷ്യൻസ്. നമുക്ക് എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് 5 എന്ന് എഴുതാം. എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് 5 ഇസ് ഈക്വൽ ടു ആദ്യത്തെ 1 ഇൻറ്റു എ റേസ്റ്റ് ടു 5 എന്ന് എഴുതാം. ഇവിടെ എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് 4 വരുമ്പോൾ എ റേസ്റ്റ് 4 എഴുതിയതുപോലെ എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് 5 വരുമ്പോൾ എ റേസ്റ്റ് 5 എന്ന് എഴുതും. പ്ലസ് രണ്ടാമത്തെ എലമെൻറ്റ് 5 ആണ്. 5 ഇൻറ്റു എയുടെ പവർ കുറയണം. എ റേസ്റ്റ് 5 എ റേസ്റ്റ് 4 ആവും. ഇൻറ്റു ബി എന്ന് വരും. ബി സ്റ്റാർട്ട് ചെയ്തു. പ്ലസ് അടുത്ത എലമെൻറ്റ് 10 ആണ്. 10 ഇൻറ്റു എയുടെ പവർ കുറയപ്പോൾ എ ക്യൂബ് എന്ന് വരും. ബിയുടെ പവർ കൂടപ്പോൾ ബി സ്ക്വയർഡ്. ഇത് 4 എന്നുള്ളത് 3 ആവും. ബി റേസ്റ്റ് 1 എന്നുള്ളത് 2 ആവും. പ്ലസ് അടുത്ത വീണ്ടും 10. എയുടെ പവർ കുറയപ്പോൾ എ സ്ക്വയർഡ് ആവും. എ ക്യൂബ് എന്നുള്ളത് എ സ്ക്വയർഡ് ആവും. ബി സ്ക്വയർഡ് എന്നുള്ളത് ബി ക്യൂബ് ആവും. പ്ലസ് അടുത്ത 5 ആണ്. എയുടെ പവർ കുറയപ്പോൾ എ സ്ക്വയർഡ് എ ആയി മാറും. ബി ക്യൂബ് ബി റേസ്റ്റ് 4 ആവും. പ്ലസ് ലാസ്റ്റിൽ 1 ആണ്. ബി റേസ്റ്റ് 5. ഇതാണ് എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് 5. ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. ഇനി നിങ്ങൾ ഈ 5C1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5C1 എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ ബൈ r ഫാക്ടർ n മൈനസ് r ഫാക്ടർ 1 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 1 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ 1 ആണ് ഇൻറ്റു 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ. ഈ 5 ഫാക്ടോറിയൽ നമുക്ക് 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. നേരത്തെ പഠിച്ചതാണ്. ബൈ 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ വെട്ടിപ്പോകും. അപ്പോൾ 5C1 എന്ന് എഴുതാം. അപ്പോൾ ഈ 5ക്ക് പകരം 5C1 എന്ന് എഴുതാം. 5C1 ഇൻറ്റു എ റേസ്റ്റ് 4b പ്ലസ് അടുത്ത നമുക്ക് 10 5C2 എന്ന് കണ്ടുപിടിച്ച് നോക്കാം. 5C2 is equal to 5 factorial by 2 factorial into 5 minus 2 factorial. 5 factorial by n factorial by r factorial into n minus r factorial ആണ്. is equal to 5 factorial by 2 factorial into 3 factorial. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ബൈ 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു 1 ഇൻറ്റു 3 ഫാക്ടോറിയൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇത് രണ്ടും വെട്ടി പോകും. 5 ഇൻറ്റു 4 20 ബൈ 2 10 എന്ന് വരും. അപ്പോൾ അതാ ഈ 10ന് പകരം നമുക്ക് 5C2 എന്ന് കൊടുക്കാം. 5C2 എ ക്യൂബ് ബി സ്ക്വയർ പ്ലസ് ഇനി അടുത്തത് 5C2 5C3 അടുത്തത് 5C3 വരണം. 5C3 എന്ന് പറഞ്ഞാൽ 5C2 തന്നെ. എന്തുകൊണ്ടാണ്? ഈ 3യും 2യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പോൾ ഇത് രണ്ട് സെയിം ആണ്. 5C3 സെയിം ആസ് 5C2. അപ്പോൾ നമ്മൾ ഇത് 10 ആണ്. അപ്പോൾ അടുത്ത 10ന് പകരം നമുക്ക് 5C3 എഴുതാം. 5C3 എ സ്ക്വയർഡ് ബി ക്യൂബ് പ്ലസ് നമുക്കറിയാം 5C4 is equal to 5C1 is equal to 5.
ഈ 4 ഉം 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അതുകൊണ്ട് 5c4 ഉം 5c1 സെയിം ആണ്. ഇസിക്കൽ ടു 5. അപ്പോൾ ഇവിടുത്തെ 5ക്ക് വരാം 5c4 എന്ന് എഴുതാം. 5c4 a b raised to 4 plus b raised to 5. അപ്പോൾ a plus b whole raised to 5 എക്സ്പാൻഷൻ a raised to 5 plus 5c1 a raised to 4b plus 5c2 a cube b squared. ഓരോന്ന് a ഒന്ന് കുറഞ്ഞു വരും, b ഒന്ന് കൂടി പോകും. ഇവിടെ 5c1 5c2 5c3 5c4 എന്ന് ഇടണം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള ബൈനോമിയൽ തിയറമാണ് എഴുതാൻ പോകുന്നത്. a plus b the whole raised to 6 വരെ നമ്മൾ എഴുതിയായിരുന്നു. a plus b the whole raised to 5 വരെ നമ്മൾ എഴുതിയായിരുന്നു. ഇനി a plus b the whole raised to n എന്ന് പറഞ്ഞാൽ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, എന്ത് വേണമെങ്കിലും വരാം. ഇൻറ്റീജർ ആയിരിക്കണം എന്നേ ഉള്ളൂ, പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, a raised to n എഴുതണം. പ്ലസ് നേരത്തെ 5യുടെ കേസിൽ 5c1 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ n-ന്റെ കേസിൽ nc1 എന്ന് എഴുതണം. nc1 എയുടെ പവർ കുറയും. അപ്പോൾ a raised to n-1. ബിയുടെ പവർ കൂടും, ബി എന്ന് വരും. അടുത്തത് 5c2 ആയിരുന്നു, ഇവിടെ nc2 പ്ലസ് nc2 a raised to n-2 into b squared. അടുത്ത വരുമ്പോൾ nc1 nc2 nc3 വരും. പ്ലസ് nc3 a raised to n-3 into b cube പ്ലസ് എക്സെട്ര പ്ലസ് b raised to n. ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. അപ്പോൾ nc1 nc2 എക്സെട്ര n-1 എന്ന് വരും. ഇവിടെ തുടങ്ങുന്ന a raised to n-ലും a raised to n തുടങ്ങിയിട്ട് എയുടെ പവർ കുറഞ്ഞു വരും, ബിയുടെ പവർ കൂടി പോകും. അവസാനത്തിനകത്ത് b raised to n മാത്രം വരും. ഇതാണ് a plus b the whole raised to n. ഇനി a minus b the whole raised to n ഉണ്ട്. a minus b the whole raised to n എന്ന് പറയുന്നത് ഇതെല്ലാം സെയിം ആണ്, പക്ഷേ പോസിറ്റീവ് നെഗറ്റീവ് മാറും. ആദ്യത്തേത് പോസിറ്റീവ്, രണ്ടാമത്തേത് നെഗറ്റീവ് വരും. രണ്ടാമത്തെ നെഗറ്റീവ്, മൂന്നാമത്തേത് പോസിറ്റീവ്. നാലാമത്തെ നെഗറ്റീവ് വരും. പോസിറ്റീവ് നെഗറ്റീവ് മൈനസ് nc3 a raised to n-3 b cube. അടുത്ത പ്ലസ് എക്സെട്ര ലാസ്റ്റ് പ്ലസ് ഓർ മൈനസ് b raised to n എന്ന് വരും. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? n ഓഡ് ഈവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവിടെ പ്ലസ് വേണോ മൈനസ് വേണോ എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ എഴുതി വന്നാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ഇവിടെ നിന്ന് കിട്ടും. ഇതെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇതിൽ 2 പ്രോബ്ലം ഞാൻ ചെയ്യാം, ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. രണ്ടാമത്തെ പ്രോബ്ലം ഞാൻ ചെയ്യാം. x³ മൈനസ് 1/x² raised to 5. ഇതിപ്പോൾ a മൈനസ് ബി ആണ്. അപ്പം a raised to 5 ആദ്യം വരും. ഇപ്പോൾ എയുടെ സ്ഥാനത്ത് x³ ആണ്. അപ്പോൾ x³ raised to 5 മൈനസ് രണ്ടാമത്തത് മൈനസ് വരണം. 5 ആയതുകൊണ്ട് 5c1. ഇത് എയുടെ പവർ ഒന്ന് കുറയും, x³ raised to 4 എന്ന് വരും. എന്നിട്ട് b സ്റ്റാർട്ട് ചെയ്യും. b എന്ന് പറഞ്ഞാൽ 1/x² ആണ്. അടുത്തത് 5c2. എയുടെ പവർ എന്ന് പറഞ്ഞാൽ x³. ഇപ്പോൾ 4 ആയിരുന്നു, ഒന്നുകൂടെ കുറയപ്പോൾ x³ raised to 3 എന്ന് വരും. b 1/x², അതിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 1/x²ൻ്റെ സ്ക്വയർ. അപ്പോൾ പ്ലസ് മൈനസ് പ്ലസ് അടുത്ത മൈനസ് 5c3 എന്ന് വരും. 5c1 5c2 5c3 ഇതിൻ്റെ പവർ എയുടെ പവർ ഒന്നുകൂടെ കുറയും. ഇവിടെ 3 ആയിരുന്നു, 2 ആവും. x³ സ്ക്വയർഡ് ഇൻറ്റു ബിയുടെ പവർ കൂടും. b 1/x² ആണ്, അതിൻ്റെ പവർ 3 ആയി മാറും. അതായത് ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും 5 കിട്ടണം. ഇത് 4 + 1 5, ഇത് raised to 1 ആണ്. ഇത് 3 + 2 5, ഇത് 2 + 3 5. അടുത്ത പ്ലസ് വരും, മൈനസ് കഴിഞ്ഞ് പ്ലസ്. 5c4 5c3 കഴിഞ്ഞാൽ 5c4 എയുടെ പവർ വീണ്ടും കുറയും. അപ്പോൾ 2 എന്നുള്ള 1 ആവും. അപ്പോൾ x³ ഇൻറ്റു ബിയുടെ പവർ വീണ്ടും കൂടും, 1/x² raised to 4 എന്നാവും. അപ്പോൾ പ്ലസ് കഴിഞ്ഞാൽ പിന്നെ മൈനസ് ലാസ്റ്റ് ബി ആണ്. ബിയുടെ പവർ ബി എന്ന് പറഞ്ഞാൽ 1/x², അതിൻ്റെ പവർ 5 ആവും. അല്ലേ? ഇതാണ് x³ മൈനസ് 1/x² raised to 5. ഇത്രയും ചെയ്താൽ മതി. എക്സ്പാൻഡ് എന്നായിരിക്കും പ്രോബ്ലം വരുന്നത്. അപ്പം അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ അതിനകത്ത് പറയുന്നില്ല. സിംപ്ലിഫിക്കേഷൻ പറഞ്ഞാൽ അതും കൂടെ ചെയ്യേണ്ടി വരും. അടുത്തത് 2x + 3y raised to 5യുടെ എക്സ്പാൻഷനാണ്. 2x + 3y raised to 5.
ഇസ് ഈക്വൽ ടു ഫസ്റ്റ് എയുടെ പവർ 5 2x റൈസ് ടു 5. ഇതെല്ലാം പ്ലസ് വരും, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് എല്ലാം പ്ലസ്സാണ്. പ്ലസ് 5c1 ഇതിൻ്റെ പവർ കുറയണം, അപ്പോൾ 4 ആവും. 2x റൈസ് ടു 4 ഇൻറ്റു ബി സ്റ്റാർട്ട് ചെയ്യും. ബി ഇവിടെ 3y ആണ്, അപ്പോൾ 3y പ്ലസ് 5c1 കഴിഞ്ഞാൽ 5c2 2xൻ്റെ പവർ ഒന്നുകൂടെ കുറയണം, അപ്പോൾ 2x റൈസ് ടു 3 ഇൻറ്റു 3yയുടെ പവർ ഇൻക്രീസ് ചെയ്യും, അപ്പോൾ 3y സ്ക്വയർ പ്ലസ് 5c3 ഇതിൻ്റെ പവർ വീണ്ടും കുറയണം, അപ്പോൾ 2x സ്ക്വയർഡ് ഇതിൻ്റെ പവർ വീണ്ടും കൂടണം, അപ്പോൾ 3y ക്യൂബ്. ഓരോന്നോരോന്ന് ഇൻക്രീസ് ചെയ്യും, ഓരോന്നോരോന്ന് ഡിക്രീസ് ചെയ്യും. പ്ലസ് അടുത്ത 5c3 കഴിഞ്ഞാൽ 5c4 2xൻ്റെ പവർ വീണ്ടും കുറഞ്ഞു, അപ്പോൾ 2x ആയി. 2x സ്ക്വയർഡ് എന്നുള്ള 2x ആയി ഇൻറ്റു 3yയുടെ പവർ ഒന്നുകൂടെ കൂടണം, അപ്പോൾ 3y റൈസ് ടു 4 പ്ലസ് 5c4 കഴിഞ്ഞാൽ പിന്നെ ഒന്നും എഴുതണ്ട, 1 ആണ്. പിന്നെ 2xൻ്റെ പവർ കുറയപ്പോൾ അതില്ല, പിന്നെ 3yയുടെ പവർ ഒന്നുകൂടെ കൂടപ്പോൾ 3y റൈസ് ടു 5. ഏത് പ്രോബ്ലം വന്നാലും ഇതേ കണക്കങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ 6 വരികയാണെങ്കിൽ 6c1 6c2 എന്നുമായിട്ട് പോകും, അത്രയേ ഉള്ളൂ. ഇത് എളുപ്പമാണ്, എഴുതി പഠിക്കുക. ഇത്രയും ചെയ്താൽ മതി, 5 മാർക്ക് കിട്ടും.